ക്ഷമിക്കുക. ആദ്യമായി നമ്മുടെ മലയാളത്തിലെ നാടകവേദിയിൽ നിന്ന് സിനിമയിലെത്തിയ ശ്രീ എൻ എം പിള്ള. മഴകണടൂ എൻ്റെ ലക്ഷ്മി, എൻ്റെ കൺമുന്നിൽ കിടന്ന് പിഴഞ്ഞ് വെച്ചാൽ ഞാൻ മറക്കണോ? എന്ത് എൻ്റെ മോൻ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്ത് എൻ്റെ മോൻ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? ഇതൊക്കെ മറക്കണോ ഞാൻ? അടുത്തായി നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന സുകുമാർ അഴീക്കോട് മാഷ്. ഈ സാംസ്കാരിക മേഖലയുടെ അധപതനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അധപതനമാണ്. അപ്പോൾ ജയയും ലളിതയും കൂടുമ്പോഴാണ് ജയലളിത ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സംഗമമാണ് ജയലളിത പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സംഗമം എന്ന് പറയുന്നത്. അടുത്തായി നമ്മുടെ TV മേഖലയിൽ പത്രപ്രവർത്തന മേഖലയിൽ നിന്ന ഗോപകുമാർ. കണ്ണാടി എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് നമ്മളെ ഒരുപാട് വർഷം നിന്നാണ്. കണ്ണാടിയിലേക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വാരം കണ്ണാടി ചർച്ച ചെയ്തിരുന്നത് ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഈ വാരം കണ്ണാടി ചർച്ച ചെയ്യുന്നത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തായി നമ്മുടെ ശ്വാസകോശം. നമ്മൾ സിനിമ ഓർക്കുമ്പോൾ ശ്വാസകോശം ഇല്ലാണ്ട് സിനിമ ഓർക്കുമല്ലോ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ചിലർ സിഗരറ്റിൻ്റെ പുക വലിച്ചു കയറ്റാൻ ശ്വാസകോശം ഉപയോഗിക്കുന്നു. അത് നിങ്ങളെ രോഗിയാക്കും, വളരെ വലിയ രോഗി. അടുത്തായി നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രമുഖ നടനും ആയ ശ്രീ നെടുമുടി വേണു. എന്തായത്? ആരാ നിങ്ങള്? എന്റെ ഗുപ്തം കുന്നില്ലാത്ത ആദ്യത്തെ ഉത്സവമായത്? ആരാ കതിർമണ്ഡപത്തിൽ വിളക്ക് വയ്ക്കുക? ആരാ പാട്ട് പാടുക? എനിക്കൊന്നും അറിയില്ല എന്റെ കൃഷ്ണ. താങ്ക് യു.